സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഫ്ലോറിലാണ് മഹാദേവ് ഇപ്പൊ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം എന്നൊക്കെ സന്തോഷം തോന്നുന്നുണ്ട്. അത് മുഖം കണ്ടാൽ അറിയാം. ഇന്ന് പൊളിക്കുന്നുള്ള ആത്മവിശ്വാസത്തോടെ വന്നിരിക്കുന്നത് പവറേഷ് കലക്കി. അപ്പൊ നമുക്ക് ഈ വൈകിട്ട് പവറേഷിന്റെ പവർ കാണാം. നമസ്കാരം. 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 ഞാനിങ്ങനെ എൻ്റെ പേരിനെ കുറിച്ച്, ഇതിപ്പോൾ പേര് പറഞ്ഞു പോയി, എന്നാലും പെട്ടെന്നൊന്നും അങ്ങനെ നമ്മുടെ പേര് ക്ലിക്കാവത്തില്ല. മഹാദേവൻ ക്ലിക്കാവുന്ന പേരാണല്ലോ. പക്ഷെ എനിക്കിതുവരെ ക്ലിക്ക് ആയിട്ടില്ല. കാരണം മഹാദേവൻ നല്ല പേരല്ലേ, മഹാ തോൽവി എന്നാണെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. മലയാളിയുടെ മടിയും എൻ്റെ പേരും കൂടെ ആയപ്പോഴത്തേക്ക് ഈ മഹാദേവൻ തികച്ചു വിളിക്കാനായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ മഹാദേവൻ എന്നുള്ള സാധനം മാറിയിട്ട് മാധേവൻ എന്നൊക്കെ ആയിട്ട് ഇത് കുറേയും കൂടെ അലമ്പാക്കി കളഞ്ഞു ഇവരെല്ലാം കൂടെ. അപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ പടത്തിൽ പ്രകാശിൻ്റെ പേര് മാറ്റിയിട്ട് PR ആകാശ് എന്നാക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുപോലെ മാറ്റാമെന്ന് ആലോചിച്ചപ്പോഴും അങ്ങനെ ആക്കി കഴിഞ്ഞാലും എൻ്റെ പേര് MH ദേവ് എന്നൊക്കെ വരും. MH ദേവ് കൊള്ളാം. അല്ല, MH ദേവ് എന്നാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ആരോടെങ്കിലും പേര് പറയുകയാണെങ്കിൽ MH എന്നുള്ളൊരു സംഭവം വരുമ്പോഴേ ആദ്യം ആൾക്കാർ പറയില്ല, പൊളിയാന്ന് പറയത്തുള്ളല്ലോ. അത് മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത് MA രവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളെല്ലാവരും കൂടെ മറവി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. MA രവി എന്നുള്ളത് കൂട്ടി വായിച്ചിട്ട്. അതുപോലെ ഡ്രംസ് വായിക്കുന്ന ജിനോ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ പോപ്പുലർ ഉണ്ട്. ഡ്രംസ് വായിക്കുന്ന ജിനോ അയാളുടെ ഓമിനി വാൻ മേടിച്ചിട്ട് അതിൻ്റെ പുറകിൽ ഡ്രമ്മർ എന്ന് എഴുതി വെച്ചു. DR അങ്ങനെ എല്ലാം സ്പേസ് ഇട്ട് അവസാനം ഒരാൾ വന്നിട്ട് അനൗൺസ്മെന്റ് കുറച്ച് കഴിഞ്ഞ് ഉത്സവപ്പറമ്പിൽ സ്റ്റേജിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഉമ്മർ എന്നെഴുതിയ വണ്ടി അവിടെ നിന്ന് മാറ്റണമെന്ന്. എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാത്രകളെ കുറിച്ച് പറയേണ്ടി വരും. യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കാണ് യാത്രകൾ ഇഷ്ടമല്ലാത്തത്? എല്ലാവരും യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തിൽ മസ്റ്റായിട്ടും ഒരു ട്രിപ്പെങ്കിലും പോയിരിക്കും. അത് നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കോ കൂട്ടുകാരായിട്ടോ വീട്ടുകാരായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം കൂടെ ഒരുമിച്ചാണ് ട്രിപ്പ് പോകുന്നത്, അതും സർക്കാർ ചിലവിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാടേതാന്ന്. നമ്മുടെ നാടിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയേക്കും, അത് കുട്ടനാടാണ്. ഈ ട്രിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം കയറിയിട്ട് റോഡ് ഏതാ തോടേതാന്ന് മനസ്സിലാവാതെ കിടക്കുന്ന അവസ്ഥയിൽ വല്ല ബോട്ടിലോ എവിടെയെങ്കിലും ഒക്കെ കയറ്റി ഈ ഫ്ലഡ് റിലീഫ് ക്യാമ്പിൽ കൊണ്ടിടുന്നതാണ് ഞാൻ ട്രിപ്പെന്ന് ഉദ്ദേശിച്ചത്. പുറത്തുനിന്നുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് കുട്ടനാടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രകൃതി രമണീയമാണ്, ഇതാണെന്നൊക്കെ പറയും. നമ്മുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ തിരിയിട്ട് കത്തിച്ചിട്ട് ബേസിൻ്റെ അകത്തിട്ട് ഓടിക്കുന്നൊരു ബോട്ടില്ലേ, ഈ ബോട്ടിൻ്റെ അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും വെള്ളമാണ്. ഇപ്പം എന്താണ് കുട്ടനാട് പറ്റിക്കണം? നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ അവസ്ഥയാണ്. അതായത് വെള്ളമാണല്ലോ ഫുള്ള്, എവിടെ പോയാലും മറ്റേ വെള്ളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിയേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്ക് മുറ്റത്ത് വെള്ളമില്ലെങ്കിലും പോകുന്ന വഴിക്ക് വെള്ളം കാണും. ഒരിടത്തും മഴക്കാലത്ത് നമുക്ക് വൃത്തിയും മെനക്കായിട്ട് പോകാൻ പറ്റത്തില്ല. പഴയ കുട്ടനാട്ടുകാരെന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ചെളിയും വെള്ളവും ഐഡൻറ്റിറ്റി ആയത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കൊറോണയാണല്ലോ. കൊറോണ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും പണി കൊടുത്തെങ്കിലും ഈ കൊറോണയ്ക്കിടയ്ക്ക് എനിക്ക് വേറൊരു പണി കിട്ടി. അതായത് ഞാൻ വെറുതെ വീടിൻ്റെ പുറത്തിറങ്ങി ഒരു ദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്തിറങ്ങി നിൽക്കുകയാണ്, വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടത്തെ കാലിൽ രണ്ടാമത്തെ വിരലിൽ ഒരു സാധനം കയറി ഇറുക്കി. ഞാനപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ടെൻഷനായി പോയല്ലോ, ഇരുട്ടാണ് അവിടെ. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഈ കാല് കയറി കുടഞ്ഞു ആ ടെൻഷനിൽ. എന്നിട്ട് ഞാൻ ഇതെന്നെ സംഭവം എന്നറിയണമല്ലോ, അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കി നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാല് കുടഞ്ഞ ഡയറക്ഷനിൽ അവിടുത്തെ ഭിത്തിയിൽ ഒരു പല്ലി ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പല്ലിയുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളവേ നീ എന്നെ പരിപാടിയാണ് കാണിച്ചെന്നുള്ള രീതിയിലാണ് നമ്മളെ ഇത് നോക്കുന്നത്. അതായത് ഞാനപ്പോൾ വിചാരിച്ചു ഈ പല്ലി എന്തോ കഴിക്കുന്ന സാധനം ഏതാണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ കാലേ കയറി നക്കി. ഞാൻ ആ പെട്ടെന്നുള്ള ഇതിന് കയറി തെറിപ്പിച്ചതാണ്. ഈ പവറിൽ ഈ സാധനം തെറിച്ചു പോയി ഭിത്തിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ നോക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പല്ലിയുടെ ഒക്കെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഫ്ലാഷ് അങ്ങോട്ട് ഓഫാക്കാനായിട്ട് താഴോട്ട് കൊണ്ടുവരുമ്പം ഈ കാലിൽ എൻ്റെ രണ്ടാമത്തെ വിരലിൽ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ മറ്റേ രതിച്ചേച്ചിയെ പാമ്പ് കടിച്ച പോലെ 2 കുത്തും ചോരയൊക്കെ ആയിട്ട് ഒരു സംഭവം. അപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് പണി പാളിയ പോലൊക്കെ തോന്നി. കാരണം പല്ലിക്ക് ഇത്രയും പൊളിച്ച് നമ്മുടെ വിരലകത്താക്കിയിട്ട് അടിക്കാനുള്ള സാധനമൊന്നും ഇല്ലല്ലോ, പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് വേറെന്തോ സാധനമാണ്. അവസാനം
പാമ്പാന്ന് മനസ്സിലായി. മൊത്തം ടെൻഷനായി. വീട്ടുകാർ വന്നു, ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അപ്പം ഫുള്ള് ടെൻഷനിൽ കൂട്ടുകാരനെ വിളിക്കുകയാണ്. അപ്പം ഇതെന്ത് ചെയ്താൽ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം പോലെ കേട്ടു. അപ്പോഴത്തേക്ക് ഞാൻ മരിച്ചു ഇവനെ എടുത്താന്ന് വെച്ചാൽ എടാ ഹലോ എടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവനോട്, കാരണം നമുക്ക് ടെൻഷനാണല്ലോ, ആൾ തീരാൻ പോവാണല്ലോ. പെട്ടെന്ന് അവിടുന്ന് ശബ്ദം കേട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോവൽ കൊറോണ വൈറസ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും, ചുമ്മുമ്പോഴും നമുക്കുമ്പോഴും തൂവാല കൊണ്ട് അമർത്തുക, 1 മീറ്റർ അകലം വലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 മിനിറ്റ് കഥാപ്രസംഗം. ഇത് കഴിഞ്ഞിട്ട് ഇവൻ എടുക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുമാണ് അവർ പറയുന്നത് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന്. ആളിവിടെ തീരാൻ പോയി ഇരിക്കുമ്പോൾ ടെൻഷൻ അടിച്ച് വിളിക്കുകയാണ്. അവസാനം ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുകയാണ്. കാരണം പണ്ടുള്ളവർ പറയും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ടി വെക്കണം, വിഷം കയറും, അതാണ് ഇതാണെന്ന് പറയും. ഇപ്പോൾ പറയും അങ്ങനെ കെട്ടി വെക്കരുതെന്ന് പറയും. നമുക്കിത് കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായിട്ട് പെട്ടെന്ന് ഞാൻ നെറ്റിലടിച്ച് നോക്കുകയാണ് ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യുമെന്ന്. അപ്പം വാട്ട് ടു ഡു ഈ സ്നേക്ക് ബൈറ്റ്സിനൊക്കെ ഞാൻ പെട്ടെന്ന് അടിച്ച് നോക്കി. കുറേ നേരം കറങ്ങി എന്നിട്ട് പെട്ടെന്ന് വന്ന പാടെ ഫസ്റ്റ് വന്ന ലിങ്കി കുത്തി. ഫുള്ള് പ്രഷറാണ്. അപ്പോഴത്തേക്ക് ആദ്യം വന്ന സാധനമാണ് പാമ്പുള്ളിടത്ത് പോവാതിരിക്കുക. ഒന്നാമത്തെ സാധനം. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓടുക, പാമ്പിനെ പ്രകോപിപ്പിക്കാതിരിക്കുക. ഇങ്ങനത്തെ 3 സാധനം. ഈ പാമ്പിനെ ഞാൻ എങ്ങനെയാണ് ഈ പാമ്പിനെ പ്രകോപിപ്പിച്ചത്? ഞാനിതിനെ കണ്ടിട്ട് പോലുമില്ല. പാമ്പുള്ളിടത്ത് പോകാതിരിക്കാൻ എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൽ മര്യാദയ്ക്ക് നിന്ന് എന്നെ ഞാൻ പോലും അറിയാതെ വന്ന് കടിച്ചിട്ട് ഈ പാമ്പിനെ പ്രകോപിപ്പിക്കാതിരിക്കുകയാണ്. അതും കഴിഞ്ഞിട്ട് പാമ്പിനെ കണ്ടാൽ ഓടാന്ന്. ഈ കടിയും കിട്ടിയിരിക്കുന്ന ഞാൻ എങ്ങോട്ട് ഓടിയിട്ട് എന്ത് ചെയ്യാനാ? എന്നെ വിചിത്രമായൊരു കൂട്ടുകാരൻ വിളിച്ചൊരു ദിവസം, എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കുറേ നാളിന് ശേഷം ഒരു ദിവസം വിളിച്ചേക്കാണ്. ആ ചേട്ടൻ നീ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ തൃപ്പൂണിത്തറ നിൽക്കുക, പെട്ടെന്നൊന്ന് കലൂർ വരെ വരാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു കലൂർ വരെയോ? ആ ഒന്ന് വാ, നീ ഒന്ന് വാ, ഒരു കാര്യമുണ്ട്. ഞാൻ എന്താ? എൻ്റെ കല്യാണം വിളിക്കാനാന്ന്. അങ്ങോട്ട് പോയിട്ട് വേണം വിളിക്കാൻ. വേറൊരു ദിവസം ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക, റെയിൻകോട്ട് ഇട്ട് വണ്ടി ഓടിച്ച് മഴയത്ത് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പം ഒരാൾ ഈ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ പിഷാരിയാണോ? ഞാൻ പറഞ്ഞു അതെ, ഒരു വർക്കിൻ്റെ കാര്യം പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊന്ന് ഒതുക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തൊരു കടയുടെ സൈഡിൽ കയറ്റി വെച്ച് നിർത്തിയിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, ആ ഹലോ സാർ, ആ പിഷാരുടെ അല്ലേ? അതെ, ആ ഒരു വർക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. ഞാൻ ചോദിച്ചു എന്ത് വർക്ക്? അല്ല എന്തെങ്കിലുമൊക്കെ വർക്കുണ്ടെങ്കിൽ പറയണം, ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യുമെന്ന്. ചെറിയൊരു ഫസ്റ്റ് എയ്ഡൊക്കെ കണ്ടതെല്ലാം അപ്ലൈ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ളത് കുട്ടനാടാണല്ലോ. നമ്മളൊരു ടൗൺ എത്തണമെങ്കിൽ തന്നെ എന്തേ കുട്ടനാടായിട്ട് പ്രശ്നം? അവൻ പറയുന്നത് ഞാൻ ടൗണിലോട്ട് എത്താനുള്ള പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ ബോട്ട് വേണമല്ലോ. അല്ല അത് ശരിക്കും സീരിയസ് ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ തൊട്ടടുത്ത് വെള്ളത്തിന്റെ ബോട്ടിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ. പണ്ട് ഈ വൈക്കത്തുനിന്ന് തവണക്കടവിൽ അപ്പുറത്തോട്ട് ജങ്കാർ സർവീസാണ് ഉള്ളത്. ജങ്കാറിന് പോകണം. അപ്പൊ ജങ്കാറിന് പോണ സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജങ്കാറിലെ കിളികളുമൊക്കെ ആയിട്ട് ചെറിയ ചില പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇവർ ജങ്കാർ ഒന്ന് പോയാൽ പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് ജങ്കാർ ഉണ്ടാവുള്ളൂ. അപ്പം ഇവർ ചില പരിചയമുള്ളവർ ചെറുതായിട്ടൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ജങ്കാർ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില പരിപാടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ജങ്കാറും കരയും തമ്മിൽ ഞാനും സാജു ഇരിക്കുന്ന അത്രയും ദൂരം, ഏകദേശം ഞാനും ഡയാൻ ഇരിക്കുന്ന അത്ര ഒരു ദൂരമുണ്ട് ജങ്കാറും കരയും തമ്മിൽ. ജങ്കാറിൽ നിറച്ച ആൾക്കാർ നിൽക്കുന്നു. ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. നോക്കുമ്പം ഒരു സുസുക്കി ബൈക്കിൽ ഒരുത്തം പറന്നു വരികയാണ്. ജങ്കാറും ഇതും തമ്മിൽ ഇത്രയും ദൂരമുണ്ട്. എല്ലാവരും ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുമ്പം ഇവൻ ഇങ്ങ് പറപ്പിച്ച് വന്നിട്ട് 2 കമ്പി ഇടുമല്ലോ വണ്ടി കയറ്റിയിടാൻ വേണ്ടിയിട്ട് ജങ്കാറിൽ, ഇതിനകത്തൂടെ ഈ ബൈക്ക് ഒറ്റ ചാടിക്കൽ ചാടിച്ചിട്ട് ഇതൊരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ ജങ്കാറിൽ. ഇവൻ ഇതിൻ്റെ ഇടയിൽ ഒരു വണ്ടിയിലും ഇടിക്കാതെ ഇങ്ങനെ കറക്റ്റ് അതിനകത്ത് നിർത്തിയിട്ട് ഫുൾ ഹീറോയ്ക്കായിട്ട് ജങ്കാറിന് കിളിയെന്നൊക്കെ കാണിച്ചപ്പോൾ കിളി മാറ്റി വെക്കാം, അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുന്ന ജങ്കാറാന്ന്. അന്ന് കാലത്ത് ഈ 5 ഗിയറുള്ള ഷാവോലിൻ എന്നും പറഞ്ഞൊരു ബൈക്ക് ഇറങ്ങി സുസുക്കിയുടെ. ആ ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഇവൻ റോട്ടിൽ കൂടെ പോയ ദൂരദർശനിൽ ഗ്രെയിൻസ് വരുമായിരുന്നു. അത്രയ്ക്ക് സ്പീഡ്. ഇവൻ ടി വിയിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വിയിൽ ഗ്രെയിൻസ് ആണ് ഇവൻ പോകുമ്പോൾ, അത്രയും ബഹളമുള്ളൊരുത്തന്നെ ഇവൻ. അപ്പം ബസ് ഇവൻ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ വണ്ടിക്ക് ഇങ്ങനെ പോകുമ്പോൾ ബസ് ഇവൻ്റെ തൊട്ടടുത്തൂടെ വന്നൊരു ഹോൺ അടിച്ചിട്ട് പോയപ്പോൾ ഇവൻ പെട്ടെന്ന് ഈ റോട്ടിൽ നിന്ന് ആ പുല്ലിലോട്ട് ഇറങ്ങിപ്പോയി. ഈ ബസ്സിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ നോക്കി ഇവനെന്തെങ്കിലും പറ്റിയോ നോക്കിയപ്പോൾ ഇവനത് കണ്ടു. ഇവന് ഭയങ്കര അഭിമാന പ്രശ്നമായി. ബസ് പോവുകയാണ്. ഇവൻ പൂട്ടനെ തന്നെ 2 ഗിയർ തട്ടിയിട്ട് ഇങ്ങനെ ബസ്സിൻ്റെ പുറകെ വരികയാണ്. ബസ്സിലുള്ള പെണ്ണുങ്ങളെല്ലാം നോക്കുന്നു. ഇവൻ ഇങ്ങനെ ബസ്സിൻ്റെ സൈഡിൽ കൂടെ കയറ്റി ബസ്സിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഡ്രൈവറെ ചീത്ത പറയാൻ നോക്കുമ്പോഴത്തേക്ക് ഡ്രൈവർക്ക് ബ്രേക്ക് കിട്ടിയില്ല. ഒറ്റയിടി 6 മാസം ആശുപത്രിയിൽ. ദൈവം അവനൊരു ചാൻസ് കൊടുത്തതാ, ഒരു കാര്യമില്ലാണ്ട് മുന്നിൽ പോയിട്ട് ഇടി മേടിച്ചിട്ട്. അങ്ങനെ വണ്ടി ഓടിക്കുന്ന കുറേ പിള്ളേരുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പയ്യൻ ഈ ബൈക്ക് മൂളിച്ചു കൊണ്ടിട്ടേ സ്ലാബിൻ്റെ മൂലയിൽ നെഞ്ച്
കറങ്ങിപ്പോ ഒറ്റ ഇടിച്ച് ഇടിച്ചിട്ട് മറ്റവൻ എടുത്തിട്ട് പൊങ്ങണില്ല, ആരെ കൂടി എടുത്ത് പൊക്കി പുറത്ത് കിടക്കിയവൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിന്റെ പതിക്കൽ +2 വിട്ടേക്കണം. ഈ പുറകെ ഇടി കൊണ്ടെടുക്കാൻ പറയും, വെച്ച് പൊളിയളിയാന്ന്. ഇത്ര മേടായിട്ട് കിടക്കണം പറയും, വെച്ച് പൊളിയളിയാന്ന്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഇവന്മാർ നമ്മളെ പിടിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഞാൻ നേരെ ചെന്നു, പാമ്പ് കടിച്ചാന്ന് പറഞ്ഞ ഉടനെ ഇവർ ഇല്ലാത്ത ഇതൊക്കെ ആക്കിയിട്ട് നമുക്കും കൂടെ കൂടുതൽ ടെൻഷനാക്കി. എന്നിട്ട് ഇവർ നമ്മളെ നേരെ എടുത്ത് എമർജൻസിയിലിട്ടു. എന്നെ കൊണ്ട് അവിടെ കിടത്തുകയും എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അമ്മച്ചി അപ്പം പടവായി. ഒരു പുള്ളി വീൽ ചെയറും കൊണ്ട് വന്നിട്ട് കയറിക്കോന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇല്ലാട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ വല്ലവർക്കും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇല്ലില്ല കയറ്, ഇത് ഇവിടുത്തെ റൂളാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നേരെ എടുത്ത് ICUവിൽ കൊണ്ടിട്ടു. ICUവിൽ കൊണ്ടിട്ടിട്ട് 17 മണിക്കൂർ ഒബ്സർവേഷൻ. ഓരോ മണിക്കൂറിലും ഈ പോയിസൺ കയറിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് 4 ബ്ലഡ് ടെസ്റ്റ് വെച്ച് ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കും. അവസാനം ഈ 17 മണിക്കൂറും കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പാമ്പ് കടിച്ച വിരലിൽ ഒരു ബാൻഡേഡ് പോലും ഇല്ല. എന്നിട്ട് ഈ ബ്ലഡ് സാമ്പിൾ എടുത്തെടുത്തെടുത്ത് എൻ്റെ കൈ മറ്റേ ഡ്രഗ് അഡിക്സിനെയൊക്കെ പോലെ ഈ 2 കൈയും കുത്തോട് കുത്ത്. അവസാനം ഷവറിൻ്റെ ഒക്കെ ഡിസൈനിൽ കുത്താ 2 കൈയിലും. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പം സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു പരിചയമുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ പനിയാ, ജലദോഷമാ, അല്ലേ, കൈ ഒടിഞ്ഞ് ഇതൊക്കെയല്ലേ കേൾക്കുന്നത്. അപ്പം ഞാൻ മാത്രം ഒരാൾ എന്നോട് പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് അസുഖം പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുപോയി. നമ്മുടെ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന നടിയുടെ അമ്മയെ ഞാൻ ഒരു ദിവസം എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നുണ്ട്. ഞാൻ വരാന്തേ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ കൃഷ്ണപ്രഭയുടെ അമ്മ ചെറുതായിട്ടൊരു മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരിക. ഉടനെ ഞാൻ ചോദിച്ചു, കൃഷ്ണപ്രഭയുടെ അമ്മേ, എന്നാ മോനെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ ഇവിടെ? ആന ചവിട്ടിയതാ. എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിന്, സത്യമാണ്, എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ ആന ഒരു ചവിട്ടി ഇവരുടെ ഉപ്പിറ്റിക്കിട്ട് ചവിട്ടി. പക്ഷെ നമ്മൾ എന്നാൽ പോലും ഹോസ്പിറ്റലിൽ സുഖമായിട്ട് നടന്നു വരുന്ന ഒരാളോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആന ചവിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെറുതായിട്ട് ചിരി വന്നു പോയി. ഒരു ദിവസം ഞങ്ങളൊന്നിച്ച് ഇതുപോലെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വലിയ ലോറിയിൽ വലിയ തടികളില്ലേ, തടി ഇങ്ങനെ അടുക്കി വെച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ കുറേ നേരം നോക്കിയിട്ട് രാജുവേ ഇതെന്തിനാ ഈ തടി കൊണ്ടുപോകണമെന്ന്. ഞാൻ കുട്ടികൾക്ക് പെൻസിൽ ഉണ്ടാക്കാനാന്ന് പറഞ്ഞു. ആണല്ലേ, അത് ഇത്ര വേണ്ടല്ലേ എന്ന്. അത് അവര് എല്ലാം. അത് മാത്രമല്ല, ഈ കൃഷ്ണപ്രഭയുടെ അമ്മയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അവർ നല്ല കാര്യം പറയുമ്പോൾ നമുക്ക് കുറ്റം പറയുവാണെന്ന് തോന്നും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൃഷ്ണപ്രഭയ്ക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരാളൊരു 50 പവൻ്റെ മാല കൊടുത്താൽ നല്ല കാര്യമല്ലേ. പക്ഷേ ഈ പുള്ളിക്കാരത്തി എങ്ങനെ പറയുന്നല്ലോ, ഇന്നലെ ആണെങ്കിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൃഷ്ണപ്രഭയുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാളൊരു 50 പവൻ്റെ മാല കൊടുത്തേക്കുന്നു. 50 പവൻ്റെ മാല ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇന്നലെ ഒരു കല്യാണത്തിന് ചെന്നിട്ട് എൻ്റെ വിചാരടി അവിടെ തിന്നാനൊരു 500 കൂട്ടം ഐറ്റം ഉണ്ട്. നല്ല കാര്യമല്ലേ, 500 കൂട്ടം ഐറ്റം ഉണ്ട്, നമുക്ക് തിന്നാൻ പാടില്ല, മീറ്റർ മാറിപ്പോവും. അതുപോലെ തന്നെ പാമ്പ് കടിച്ച ആളെ ഓരോ ഓട്ടോറിക്ഷക്ക് അതാണെങ്കിൽ പതിയെ ഉള്ളു ഇതിനകത്ത് കയറ്റി ആളെ വിട്ടു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. പാമ്പിനെ പെട്ടെന്ന് കൊണ്ടുവന്നോട്ടാന്ന് പറഞ്ഞു. പാമ്പിനെ അടിച്ച് തല്ലി കൊന്നിട്ട് കാറിന് പോയി പാമ്പിനെ കൊണ്ട്. നേരെ പാമ്പിനെ റിസപ്ഷനിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇവർ ഒരു ഓട്ടോറിക്ഷക്ക് മറ്റേ പുള്ളി വരാൻ, കടികൊണ്ട പുള്ളി വരാനായിട്ട്. നിങ്ങൾ പന്നണ്ട ഇങ്ങോട്ട്, കാരണം ഈ പുള്ളി കുറേ നേരം വെയിറ്റ് ചെയ്യണം, വേഗം വാ രോഗീനെ കൊണ്ടുവന്ന്. അപ്പോൾ താങ്ക് യു മഹാദേവൻ, നന്നായിരുന്നു. താങ്ക്സ് എ ലോട്ട്, ഗുഡ് ലക്ക്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ്